ഹലോ. 1980-കളിൽ മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് ചിത്രങ്ങളിലെ പ്രമുഖ അഭിനേത്രിയായിരുന്ന റാണി പത്മിനിയെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. മദ്രാസിലെ അണ്ണാനഗറിൽ ചൗധരിയുടെയും ഇന്ദിരാകുമാരിയുടെയും മകളായി 1962 ഒക്ടോബർ 15-നായിരുന്നു റാണി പത്മിനിയുടെ ജനനം. അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങളിലും ഗ്ലാമറസ് വേഷങ്ങളിലും ഒരേപോലെ അവർ ശ്രദ്ധ നേടി. ജോൺ പോളിന്റെ തിരക്കഥയിൽ എ. രഘുനാഥ് നിർമ്മിച്ചു മോഹൻ സംവിധാനം ചെയ്ത കഥയറിയാതെയാണ് റാണി പത്മിനിയുടെ ആദ്യ ചലച്ചിത്രം. 1981 മാർച്ച് 12-ന് ചിത്രം റിലീസായി. സോമൻ, സുകുമാരൻ, ശ്രീവിദ്യ എന്നിവരോടൊപ്പം പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമായിരുന്നു ചിത്രത്തിൽ റാണി പത്മിനി അവതരിപ്പിച്ചത്. തുടർന്ന് തേനും വയമ്പും, തുഷാരം, സംഘർഷം, താറാവ്, പറങ്കിമല എന്നിങ്ങനെ അതേ വർഷം പുറത്തിറങ്ങിയ ശ്രദ്ധേയ ചലച്ചിത്രങ്ങളിലും അവർ അഭിനയിച്ചു. അഗസ്റ്റിൻ പ്രകാശ് സംവിധാനം ചെയ്ത് 1982 പുറത്തിറങ്ങിയ ആശ എന്ന ചിത്രത്തിലും എ. ഷെരീഫ് സംവിധാനം ചെയ്ത് 1983 പുറത്തിറങ്ങിയ നസീമ എന്ന ചിത്രത്തിലും ടൈറ്റിൽ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് റാണി പത്മിനിയാണ്. ഇവ കൂടാതെ അനുരാഗ കോടതി, ആക്രോശം, വിധിച്ചതും കൊതിച്ചതും, ഇനിയെങ്കിലും, ലൂർദ് ബാതാവ്, അതിരാത്രം, കടമറ്റത്തച്ഛൻ, കൃഷ്ണ ഗുരുവായൂരപ്പ, അക്കരെ, ഇടനിലങ്ങൾ, ജീവന്റെ ജീവൻ തുടങ്ങി 50ഓളം മലയാള ചിത്രങ്ങളിലും അഭിനയിച്ചു. 1981 മുതൽ 1986 വരെയായിരുന്നു സിനിമയിലെ അവരുടെ സജീവകാലം. അവർ അഭിനയിച്ച പ്രധാന തമിഴ് ചിത്രങ്ങളായിരുന്നു പട്ടം പടവി, ക്രോധം, കടുവുള്ളുകു കാരുതാം, പക്കാവീട്, റോജ, വില്ലിയനൂർ മാത്ത, നിരപരാധി തുടങ്ങിയവയൊക്കെ. അഭിനയിച്ച പ്രധാന മലയാള ചിത്രങ്ങളായിരുന്നു ഭീകരൻ, വമ്പൻ, കരുനാഗം, അന്നൊരു രാവിൽ, ഇടനിലങ്ങൾ, അക്കച്ചിയുടെ കുഞ്ഞുവാവ, അമ്മേ നാരായണ, ഈറ്റപ്പുലി, നസീമ, ശരം തുടങ്ങിയവയൊക്കെ. 1980 ഇറങ്ങിയ അനുരക്തയായിരുന്നു അവർ അഭിനയിച്ച കന്നഡ സിനിമ. തമിഴ്, കന്നഡ, തെലുങ്ക് സിനിമകളിൽ അഭിനയിച്ചിരുന്നുവെങ്കിലും അത്ര പ്രശസ്തിയായിരുന്നില്ല. റാണി പത്മിനി മലയാള സിനിമകളിലായിരുന്നു കൂടുതൽ അഭിനയിച്ചിരുന്നത്. 1986 ഒക്ടോബർ 19-ന് ഉച്ചകഴിഞ്ഞ് അണ്ണാനഗർ വെസ്റ്റിലെ 18-ാം മെയിൽ റോഡിലുള്ള ഒരു ബംഗ്ലാവിൽ 24-കാരിയായ ദക്ഷിണേന്ത്യൻ നടി റാണി പത്മിനിയെയും അമ്മ ഇന്ദിരാകുമാരിയെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇരുനില വീടിന്റെ കിടപ്പുമുറിയോട് ചേർന്നുള്ള കുളിമുറിയിലാണ് അഴുകിയ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഉച്ചകഴിഞ്ഞ് 3:30-ഓടെ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റും സുഹൃത്തും മുൻവാതിൽ അകത്തുനിന്ന് പൂട്ടിയിരിക്കുന്നതായി കണ്ടെത്തി. കാർ ഷെഡിന് സമീപം ചെന്ന് പിൻവാതിൽ തുറന്ന് അടുക്കളയിലൂടെ വീട്ടിലേക്ക് കയറിയപ്പോഴാണ് കൊലപാതകം പുറത്തറിഞ്ഞത്. കൊള്ളയടിക്കപ്പെട്ട കിടപ്പുമുറിയും സ്റ്റീൽ ബ്യൂറോയും കണ്ട് അവർ തിരുമംഗലം പോലീസ് സ്റ്റേഷനിൽ ഓടിയെത്തി വിവരം അറിയിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി 2 മൃതദേഹങ്ങളും കണ്ടെത്തി. നന്തംപാക്കത്തെ ഡിഫൻസ് ഓഫീസേഴ്സ് കോളനിയിലാണ് അവർ താമസിച്ചിരുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അവർ അണ്ണാനഗറിൽ ഒരു വീട് വാടകയ്ക്കെടുത്തത്. 1986 ഒക്ടോബർ 15-ന് രാവിലെ റാണി പത്മിനിയുടെ ഡ്രൈവർ ജംബരാജ്, കാവൽക്കാരൻ ലക്ഷ്മി നരസിംഹൻ എന്ന കുട്ടി, പാചകക്കാരൻ ഗണേശൻ എന്നിവർ ചേർന്ന് അമ്മ ഇന്ദിരകുമാരിയെ ആക്രമിച്ച് കൊലപ്പെടുത്തി. അമ്മയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ റാണി പത്മിനിയെയും പുരുഷന്മാർ കീഴടക്കി കൊലപ്പെടുത്തി. കൊലപാതകത്തിനു ശേഷം രക്ഷപ്പെട്ട 3 പേരെയും അറസ്റ്റ് ചെയ്ത് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. റാണി പത്മിനിയുടെ കൊലപാതകം തമിഴ്നാട്ടിലും കേരളത്തിലും കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. റാണി പത്മിനിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു ഉന്നത വ്യക്തിയെ സംരക്ഷിക്കാനാണ് 3 പേരെ അറസ്റ്റ് ചെയ്തതെന്നായിരുന്നു ആരോപണം ഉണ്ടായത്. റാണി പത്മിനിയുടെയും അമ്മയുടെയും മൃതദേഹങ്ങൾ ബന്ധുക്കളാരും ഏറ്റുവാങ്ങിയില്ല. ഒരു കാലത്ത് പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിന്ന് ധാരാളം പണവും ആർഭാടവുമായി ജീവിച്ച റാണി പത്മിനിയുടെയും അമ്മയുടെയും മൃതദേഹങ്ങൾ ഒരുമിച്ച് മദ്രാസിലെ ഏതോ ശ്മശാനത്തിൽ സംസ്കരിച്ചു.